ഹായ് ഓൾ, ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ PREDCRൻ്റെ ഒരു ഡിസ്കഷൻ വീഡിയോ ആണ് വയ്ക്കുന്നത്. നമ്മുടെ മൂന്നാമത്തെ ഡിസ്കഷൻ വീഡിയോ ആണ്. ഒരുപാട് ആളുകൾ റിപ്പോർട്ടിൽ വരുന്ന ഫെയിലിയേഴ്സും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള എറേഴ്സൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നു. പരമാവധി നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ നിന്ന് ആ എറർ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്യാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു 3-4 ഒരു എറേഴ്സുകൾ, റിപ്പോർട്ടിൽ കാണുന്ന എറേഴ്സുകൾ എന്താണ്, അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക. അർഹതപ്പെട്ട ആളുകളിലേക്ക് നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ കാണുന്ന എറേഴ്സുകൾ 2 എറേഴ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഫെയിലിയേഴ്സ്. ഒന്ന് പ്രിന്റ് ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ലെയറിൽ വരുന്ന എററും നെക്സ്റ്റ് പ്ലോട്ട് നെയിം എന്ന് പറഞ്ഞൊരു ലെയറിൽ വരുന്ന എററാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ പ്രിന്റ് ഐറ്റംസ് എന്നുള്ളതിലാണ് ഈ എറർ കാണിക്കുന്നത്. എറർ ഇതാണ്: PREDCR ലെയർ ടെക്സ്റ്റ് ഷുഡ് നോട്ട് ഓവർലാപ്പ് ഓർ ഇന്റർസെക്റ്റ് അതർ PREDCR ടെക്സ്റ്റ്, സോ പ്ലീസ് മൂവ് ദ ടെക്സ്റ്റ് അറ്റ് സം ഡിസ്റ്റൻസ്. ഇതാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എററായിട്ട് കാണിച്ചിട്ടുള്ളത്. നമുക്ക് അവരുടെ ഡ്രോയിങ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് അവരുടെ ഡ്രോയിങ്. ഡ്രോയിങ്ങിൽ നമുക്ക് റൂൾ നമ്പർ 6 പ്രകാരം നമുക്ക് പറയുന്നുണ്ട് പ്ലോട്ട് ഓണേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ മാർക്ക് ചെയ്യണം എന്നാണ് നമ്മുടെ റൂൾ ബുക്കിൽ പറയുന്നത്. റൂൾ നമ്പർ 6 പറയുന്നുണ്ട് പ്ലോട്ട് ഓണേഴ്സിന്റെ ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യണം. അപ്പോൾ അത് പ്രകാരം നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ്, നമ്മൾ ഒരു ലെയർ എടുത്തുകൊണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ പ്ലോട്ട് നോക്കുക. പ്ലോട്ടിൽ ചുറ്റൂറുമുള്ള റെസിഡൻസ് ആരൊക്കെയാണ്? ഇപ്പോൾ എക്സിസ്റ്റിംഗ് റെസിഡൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ കാണാം. ഇവിടെ ഇവർ പ്രിന്റ് ഐറ്റംസ് എന്നുള്ള ലെയർ എടുത്തുകൊണ്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ബൗണ്ടറിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് വേണം, പ്രിന്റ് ഐറ്റംസ് എന്നുള്ള ലെയർ കൊടുത്തുകൊണ്ട് വരയ്ക്കണമെന്ന് നമ്മൾ ഓൾറെഡി മുന്നത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു എററിന്റെ പോസിബിലിറ്റി എനിക്ക് തോന്നുന്നത്, ഇവിടുത്തെ ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട് അവർ ചുറ്റും, അതിനും അവർ കൊടുത്തുള്ള ലെയർ പ്രിന്റ് ഐറ്റംസ് എന്നുള്ള ലെയർ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ പാടില്ല. നമ്മൾ പ്രിന്റ് ഐറ്റംസ് എന്നുള്ളത് ഓൺലി നമ്മൾ ടെക്സ്റ്റിന് മാത്രമേ കൊടുക്കാവൂ. അതിന് ചുറ്റും അവർ കൊടുത്തിട്ടുള്ള ബോക്സുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളത് ഈ പറയുന്ന 0 ലെയറിലാക്കി മാറ്റുക. നമ്മളിപ്പോൾ ലെയേഴ്സിൽ 0 എന്ന് പറഞ്ഞ ലെയർ ഉണ്ട്, ആ ലെയറിലേക്ക് മാറ്റുക. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടെക്സ്റ്റ് മാത്രം നമുക്ക് പ്രിന്റ് ഐറ്റംസിൽ വരാൻ പാടുകയുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഗ്രൗണ്ട് ലെവൽ GL എന്ന് പറഞ്ഞ ലെയർ ഇവിടുത്തെ ഈ ലെയറുമായിട്ട് ഈ പറയുന്ന ടെക്സ്റ്റുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി ഓവർലാപ്പിങ് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവോയ്ഡ് ചെയ്യുക, മൂവ് ചെയ്ത് മാറ്റി വയ്ക്കാനൊക്കെ ശ്രദ്ധിക്കുക. അതൊരു എററായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചത്. ഇനി അതുപോലെ തന്നെ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് സ്പേസ് ഇട്ടുകൊണ്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അതായത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഒക്കെ ടെറസ് ഫ്ലോർ പ്ലാനൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ട് വയ്ക്കും. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ വളരെ കൺജസ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെക്സ്റ്റുകളൊക്കെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഡയമെൻഷൻസ് ഒക്കെ ഓവർലാപ്പ് ആയിട്ടാണ് കിടക്കുന്നത്. അത് ചിലപ്പോൾ ഒരു സമയത്തൊക്കെ എററായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് സ്പേഷ്യസ് ആയിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അതുപോലെ തന്നെ പിന്നീട് വരുന്നൊരു എററാണ് നമുക്ക് ഓൾ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എൻറ്റിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. സാധാരണ ഈ പറയുന്ന റെസിഡൻഷ്യൽ അല്ലെങ്കിൽ സ്പ്ലിറ്റ് 1 ഒക്കെ ഓവർലാപ്പ് ചെയ്ത് കിടക്കാറുണ്ട് പലർക്കും. അതിപ്പോൾ നിങ്ങൾ തന്നെ അത് മാറ്റി വയ്ക്കാറുണ്ട് കാണുമ്പോൾ. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, അതൊരു എററായിട്ട് വരാറുണ്ട്. ഇതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ സ്പേസ് ശ്രദ്ധിക്കുക, ഈ ഗ്രൗണ്ട് ലെവലിലെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു അത് മാറ്റി വയ്ക്കുക. മെയിനായിട്ട് പ്രിന്റ് ഐറ്റംസിൽ വരുന്ന എറേഴ്സ് മാറ്റുക. അതുപോലെ തന്നെ ഇതിൽ ഒരു എറർ അല്ല, 2 എറർ കാണിച്ചിട്ടുണ്ട്. പ്ലോട്ട് നെയിം എന്ന് പറഞ്ഞൊരു എറർ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാം. PREDCR ലെയർ ടെക്സ്റ്റ് ഷുഡ് നോട്ട് ഓവർലാപ്പ് ഓർ ഇന്റർസെക്റ്റ് അതർ PREDCR ടെക്സ്റ്റ്, സോ പ്ലീസ് മൂവ്. അപ്പോൾ പ്ലോട്ട് നെയിം എന്ന് പറയുമ്പോൾ നമുക്കത് വീണ്ടും ഡ്രോയിങ് എടുക്കുകയാണ്. അതിൽ നമുക്ക് ലൊക്കേഷൻ പ്ലാൻ എടുത്ത് നോക്കുന്നു. ഓക്കെ, ഇതിൽ ഒരു കാണിച്ച പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന പ്ലോട്ട് എന്ന ലെയർ, പ്ലോട്ട് എന്ന ഇതിലെ ലെയറും ഈ റോഡിൻ്റെ ലെയറും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇത് സൈസുകൾ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ പ്ലോട്ട് എന്ന ലെയർ എടുത്ത് നമുക്കൊന്ന് സൈസ് ഒന്ന് കുറച്ച് കൊടുത്താൽ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാവുന്നതാണ്. അതേ ടെക്സ്റ്റിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ചെറിയൊരു കാര്യമാണെന്ന് വിചാരിച്ചാലും ഇതൊക്കെയാണ് ഓവർലാപ്പ് എന്ന് പറഞ്ഞ എററായിട്ട് കാണിക്കുന്നത്. പലരും പറയാറുണ്ട് ഞങ്ങൾ പരമാവധി ശ്രദ്ധിച്ചെങ്കിലും ഇത് തന്നെ എററായിട്ട് കാണിക്കുന്നതെന്ന് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഡ്രോയിങ് ആയതിനു ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇവിടേക്ക് ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറ്റുമെങ്കിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ടെക്സ്റ്റ് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ ഇതുമായിട്ടുള്ള ഓവർലാപ്പിംഗ് നമുക്ക് ഒഴിവാക്കാം. റൊട്ടേഷൻ RO എൻ്റർ. ഓക്കെ, ഇപ്പം ഇത്രയുമാണ് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്ന എററുകൾ. ഓക്കെ, ആദ്യത്തെ റിപ്പോർട്ടിൻ്റെ നമുക്ക് ഒരു സൊല്യൂഷൻ ഇതാകാമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, 2 ഫെയിലിയർ ഇൻഫർമേഷൻ നമ്മൾ സോൾവ് ചെയ്തു, എന്നിട്ട് വീണ്ടും നമുക്ക് റീസെൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ എറർ. നെക്സ്റ്റ് നമുക്ക് അടുത്ത റിപ്പോർട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഒരു റിപ്പോർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക ഫെയിലിയർ എറർ കാണിക്കുന്നത് ആക്സസറി യൂസ് നെയിം എന്നുള്ളതാണ്. വലിയൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ഫെയിലിയർ ഇൻഫർമേഷൻ കാണാൻ സാധിക്കും. ദിസ് പോളിനൈൻ ഈസ് നോട്ട് പ്രോപ്പർ
ഡിലീറ്റ് ആൻഡ് റീഡ്രോ ദ എൻറ്റിറ്റി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു എറർ വരുമ്പോൾ നമുക്ക് ആ ഡ്രോയിങ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡ്രോയിങ് ആണ് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ആക്സസറി യൂസ് ഒക്കെ വരിക സൈറ്റ് പ്ലാനിലായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സൈറ്റ് പ്ലാനാണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ അതിൽ ആക്സസറി യൂസ് ആയിട്ട് സേഫ്റ്റി ടാങ്ക് കൊടുത്തിട്ടുണ്ട്, സോക്ക് പിറ്റ് കൊടുത്തിട്ടുണ്ട്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് സിസ്റ്റം, ഇതൊക്കെയാണ് കാണാൻ സാധിച്ചുള്ളത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു എറർ ഒന്നും കാണാൻ സാധിക്കുന്നില്ല, കാരണം എല്ലാം പോളിയിട്ടാണ് വരച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചൊരു എറർ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിലിപ്പോൾ റെയിൻ വാട്ടർ സ്റ്റോറേജ് ഇതിലേക്കൊന്ന് ഓവർലാപ്പിംഗ് കാണുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് മേലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ആണോ എററെങ്കിൽ നമുക്കത് സോൾവ് ചെയ്ത് കിട്ടും. ബട്ട് പ്രത്യക്ഷത്തിൽ നമുക്കൊരു എററായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ടിക്കൊന്ന് ഫിക്സ്ഡ് ബോളിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവർ തന്നെ കാണിച്ചു തരുള്ളൂ നമുക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിച്ചു. ഇതിൽ നമുക്ക് ആക്സസറി യൂസ് എറർ കാണിക്കേണ്ടി ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഡ്രോയിങ് കാണാൻ സാധിക്കുന്നില്ല. സ്കെയിൽ ഔട്ടായി പോവാണ്. എവിടെയാണ് അതിൻ്റെ എറർ എങ്കിൽ അവിടേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാറുള്ളതാണ് സാധാരണഗതിയിൽ. ബട്ട് അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ സൂം ഓൾ ചെയ്ത് സെറ്റ് എൻ്റർ കൊടുത്ത് സൂം ഓൾ ചെയ്ത് ഞാൻ ഡ്രോയിങ് ഐഡന്റിഫൈ ചെയ്ത് സൂം ചെയ്തു. എനിക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലൊക്കെ വരുമ്പോൾ സാധാരണ വരുന്നൊരു എറർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പർജോളിൻ്റെ എറർ ആയിരിക്കും. ഞാൻ വീഡിയോസിലൊക്കെ ആദ്യമേ പറയാറുണ്ട്, ഏത് ഡ്രോയിങ് എടുക്കുമ്പോൾ നമ്മൾ പർജോളും ചേഞ്ച് പ്രോപ്പർട്ടി ചെയ്യണമെന്ന് പ്രത്യേകം പറയാറുണ്ട്. അപ്പോൾ പ്രത്യക്ഷ നമുക്ക് ഇതിൽ എററുകളൊന്നും കാണാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തു, ഫെയിലിയർ കാണിച്ചു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ട പർജോളും അതുപോലെ തന്നെ ചേഞ്ച് പ്രോപ്പർട്ടിയും കൊടുത്തു നോക്കിയാൽ ചില കണ്ടീഷനിലൊക്കെ അത് ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഒരു എറർ വന്നു കഴിഞ്ഞാൽ PREDCR റിപ്പോർട്ട് വന്ന് ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന പർജോളും ചേഞ്ച് പ്രോപ്പർട്ടി ഒന്ന് ചെയ്ത് നോക്കുക. ചിലപ്പോൾ അതൊക്കെ പാസ്സായി പോരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ പർജോൾ എൻ്റെ മുന്നത്തെ വീഡിയോകളിലൊക്കെ ഞാനത് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് പർജ് എന്ന് ടൈപ്പ് ചെയ്ത് പർജ് ഓൾ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ പർജ് ഓൾ ഐറ്റംസ് പർജ് എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ പർജ് ഓൾ കൊടുക്കുക. നെക്സ്റ്റ് ഓൾ ഐറ്റംസ് കൊടുത്ത് ക്ലോസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ചേഞ്ച് പ്രോപ്പർട്ടിയാണ്. ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. സെലക്ട് ഒബ്ജക്ട്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ ഒബ്ജക്റ്റും നമ്മൾ സെലക്ട് ചെയ്തു, എൻ്റർ കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതുകൊണ്ട് P കൊടുത്ത് എൻ്റർ കൊടുക്കുക. അതിനുശേഷം നമുക്ക് തിക്നെസ്സും എലിവേഷനാണ് തൽക്കാലം നമ്മൾ മാറ്റേണ്ടത്. തിക്നെസ്സിന് T എൻ്റർ എന്ന് കൊടുക്കുന്നത്. താഴെ നമ്മൾ കമൻറ്റ് ബോക്സ് നോക്കട്ടെ, അവിടെ വരുന്നുണ്ട് ഓരോന്നും. അപ്പോൾ സ്പെസിഫൈ ന്യൂ തിക്നെസ് എന്ന് പറയേണ്ടത് 0.00 കൊടുക്കുക. എൻ്റർ കൊടുത്തതിന് ശേഷം എലിവേഷൻ്റെ എൻ്റർ കൊടുക്കുക. അതും 0.00 കൊടുക്കുക. എൻ്റർ കൊടുക്കുക. ദെൻ ഇനിയൊന്നും മാറ്റാനായിട്ടില്ല എനിക്ക്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി എൻ്റർ കൊടുത്തു. ഓക്കെ, ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സാധാരണഗതിയിൽ നമുക്ക് ഒരു എററും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ജസ്റ്റ് പർജും ചേഞ്ച് പ്രോപ്പർട്ടി ഒന്ന് ചെയ്ത് നോക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോരാറുണ്ട്. നമുക്ക് ഓൾ എൻറ്റിറ്റീസ് ആർ പെർഫെക്റ്റ്ലി ക്ലോസ്ഡ്. ഐ തിങ്ക് ആ എറർ മിക്കവാറും അതിൻ്റെ ആണെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എറർ നമുക്ക് വന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പർജോളും അതുപോലെ തന്നെ ചേഞ്ച് പ്രോപ്പർട്ടി ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത റിപ്പോർട്ടിൽ വോൾ നെയിം എറർ ആണ് കാണിക്കുന്നത്. ദിസ് പോളി ലൈൻ ഈസ് നോട്ട് പ്രോപ്പർ, ഡിലീറ്റ് ആൻഡ് റീഡോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഡ്രോയിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡ്രോയിങ് നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് എറർ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിത് ജസ്റ്റ് നോക്കുമ്പോൾ സെക്ഷൻ ലൈന്, ഈ സെക്ഷൻ ലൈനിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഇവർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തോന്നുന്നു. നമുക്ക് സാധാരണ സെക്ഷൻ ലൈൻ വരയ്ക്കുമ്പോൾ വരാറില്ല. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. 2 ഫ്ലോറിലും സെക്ഷൻ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ദെൻ പിന്നെ നമുക്ക് നോക്കുമ്പോൾ സെക്ഷൻ ലൈൻ ചെറിയൊരു ഇൻക്ലിനേഷനിലായിരിക്കുന്നത്. പ്രോപ്പറായിട്ട് തന്നെ സെക്ഷൻ ലൈൻ വരയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾ കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ക്ലോസ്ഡ് ബോർഡിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഒക്കെ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന സിസ്റ്റമൊന്നുമില്ല, നമ്മളെല്ലാ പോസിബിലിറ്റിയും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. സോ നമുക്ക് എറേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് പ്രിന്റ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടൊരു എറർ കാണിക്കുന്നുണ്ട്. അതിൽ സെക്ഷൻ ലൈൻ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും സെക്ഷൻ ലൈൻ നമുക്ക് വരച്ച് പുതിയത് വരയ്ക്കാം. സ്ട്രേറ്റ് ലൈനായിട്ട് നമുക്ക് വരയ്ക്കാം. 2 സെക്ഷൻ ലൈനാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും മാറ്റണം.
ദെൻ പിന്നെ നമുക്കൊരു വോൾ ലെയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വോൾ ലെയർ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എവിടെയും പ്രത്യേകിച്ച് ഡ്രോയിങ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം നമുക്ക് പർജ് അല്ലെങ്കിൽ ആ ചേഞ്ച് പ്രോപ്പർട്ടി ചെയ്താൽ മാറുന്ന അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എറർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിൽ അത് പർജും ചേഞ്ച് പ്രോപ്പർട്ടി ചെയ്താൽ അത് എറർ പോയി കിട്ടും. നമുക്ക് ആദ്യം പ്രിന്റ് ഐറ്റംസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് സെറ്റ് എൻട്രി സൂമോൾ കൊടുക്കുകയാണ്. സെറ്റ് എൻട്രി എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോയിങ് നമുക്ക് എവിടെയാണെന്ന് കാണാൻ സാധിക്കും. സൂമോളാണ് ഓട്ടോകാഡിന്റെ സാധാ ഒരു കമന്റ് ആണ് കേട്ടോ. സോ ഓപ്പൺ ആക്കി വന്നത് സെക്ഷൻ ലൈൻ ആണ്. സെക്ഷൻ ലൈൻ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഉള്ള സെക്ഷൻ ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പ്രോപ്പറായിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി വരച്ച് കാണിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫ്ലോറിൽ വരച്ചിട്ട് മറ്റത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു 0 ലെയർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, നമുക്ക് 0 ലെയർ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. പോളി ലൈൻ ആയിട്ടോ ഒരു ലൈൻ നമുക്ക് സാധാ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ദെൻ ഓൾറെഡി ഇതിൻ്റെ എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വേണം നമുക്ക് ഇത് വരയ്ക്കാൻ. നമ്മൾ ഇൻസേർട്ടിൽ നമുക്ക് സെക്ഷൻ ലൈൻ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെരിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സിംഗിൾ ലൈനാണ് എന്ന് കൊടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം സ്പെസിഫൈ ആംഗിൾ റൊട്ടേഷൻ ചോദിച്ചിട്ടുള്ളത് 180. ദെൻ എൻ്റർ. നെക്സ്റ്റ് അടുത്ത എൻ്റെ 180 എൻ്റർ കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് അതിൽ ഇത് വന്നിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അത് സ്ട്രേറ്റ് ലൈനിലാണ് കേട്ടോ. നമ്മൾ ആ സ്ട്രേറ്റ് ലൈനുള്ളതിന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ വരയ്ക്കുന്ന ലൈൻ 0 ലെയറിലിട്ട് വരയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് എററായിട്ട് വരാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ പറയുന്ന ഇത് കോപ്പി എടുത്തു, സ്ട്രേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഷിഫ്റ്റ് അമർത്തി പിടിച്ചാലും മതി നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് കൊണ്ടുപോയത് പ്ലേസ് ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് ആ ലൈനിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഒരു വരച്ച ലൈൻ ആവശ്യമില്ല ശരിക്കും. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ കേട്ടോ. ഓൾ എൻറ്റിറ്റീസ് ആർ പെർഫെക്റ്റ്ലി ക്ലോസ്ഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ആ എറർ പോയി കിട്ടി. നമുക്ക് പ്രിന്റ് ഐറ്റംസിൻ്റെ എറർ പോയി കിട്ടി. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു ചെക്ക് കൂടി ചെയ്ത് നോക്കാം. നമുക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണ്ടേ. യെസ്, നമ്മുടെ വോളിൻ്റെ ലെയറിൻ്റെ എറർ പോയിട്ടില്ല, വീണ്ടും കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എററിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യത്തിനെ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. അതിനർത്ഥം പർജ് ഓളിൻ്റെ കമൻറ്റ് തന്നെയാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഉറപ്പിക്കാൻ ഒന്നുകൂടി ഞാൻ സെറ്റ് എൻട്രി കൊടുക്കുകയാണ്. പറഞ്ഞ ഡ്രോയിങ് എടുത്തു. ഞാൻ പർജോൾ ചെയ്ത് നമുക്ക് വേണം ഒന്നുകൂടി ഉറപ്പിക്കാം കേട്ടോ. ഇതിൻ്റെ അർത്ഥം പർജ് തന്നെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടി നമുക്ക് പർജിങ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പർജോൾ കൊടുക്കാം, പർജോൾ ഐറ്റംസ്. ഓക്കെ, ദെൻ ചേഞ്ച് പ്രോപ്പർട്ടി കൊണ്ട് ഒരുമിച്ച് ചെയ്യാം. ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓൾ ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു, പി എൻ്റർ, ദെൻ ആദ്യത്തെ ടി എൻ്റർ, അതിൻ്റെ വാല്യൂ 0.00, ദെൻ എലിവേഷൻ ഇ എൻ്റർ 0.00. ഇത് ഒരുപാട് വട്ടം പറഞ്ഞുകൊണ്ടാണ് വളരെ സ്പീഡായിട്ട് ഞാൻ പോകണം കേട്ടോ. വീണ്ടും എൻ്റർ കൊടുക്കുന്നു. ദെൻ നമുക്ക് ഒന്നുകൂടി ഈ പറഞ്ഞ ചെക്കിങ് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ ആ എററും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പർജ് എവിടെ ചെയ്താലാണ് പർജിൻ്റെ വെച്ചിട്ട് നമുക്ക് എറർ സോൾവ് ചെയ്യാൻ ഇപ്പോൾ ഐഡിയ കിട്ടി. പർജും ചേഞ്ച് പ്രോപ്പർട്ടി കേട്ടോ. ഇനി സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് നമുക്ക് എപ്പോഴും ഈ ടോപ്പിൽ 2D വയർ ഫ്രെയിമിൽ വേണം നമ്മൾ ഈ ഡ്രോയിങ് അല്ലെങ്കിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. 3D എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ PREDCR ചെക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ 2D വയർ ഫ്രെയിം അല്ലേ ഇവിടെ കിടക്കുന്നത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ടോപ്പ് എന്നുള്ള പോർഷനിലല്ലേ കിടക്കുന്നത് നോക്കണം. അല്ലെങ്കിൽ ആ 3D എന്നുള്ള സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പല എററുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ടോപ്പ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 2D വയർ ഫ്രെയിം അല്ലേ ഇവിടെ കാണിക്കുന്നത്, രണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. അതും ഒരു എററായിട്ട് വരാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അടുത്ത റിപ്പോർട്ട്. അതിൽ ഫെയിലിയർ ഇൻഫർമേഷൻ പറയുന്നത് പ്ലോട്ട് എന്ന ലെയറിനെ സംബന്ധിച്ചിട്ടാണ്. പ്രോപ്പോർക്ക് സൈഡ്സ് ആർ നോട്ട് മാർക്ക്ഡ് ഫോർ മാർജിൻ എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് അവരുടെ ഡ്രോയിങ്ങും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഡ്രോയിങ് എടുത്ത് നോക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് ആദ്യമേ ഒരു എറർക്ക് തോന്നിയത് ഈ ഒരു ഡബിൾ ലെയർ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഐ തിങ്ക് അവരുടെ വാൾസ് വരച്ചത് പ്രോപ്പർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ടോപ്പ് വർക്കും ഇവിടെ ഒരു വാളിൻ്റെ തിക്നെസ് പുറത്തേക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് സൈറ്റ് പ്ലാനിലും ലൊക്കേഷൻ പ്ലാനിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താണോ പ്ലാനിൻ്റെ ഔട്ടർ ലൈൻ അത് തന്നെ എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡയറക്ഷൻ റഫറൻസ് സർക്കിളൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അത് പ്രോപ്പറായിട്ട് ഓറിയൻറ്റേഷനിലല്ലേ വെക്കുന്നതൊക്കെ ഉറപ്പ് വരുത്തുക. കട്ടിങ്ങുകളൊക്കെ അതുപോലെ കൃത്യമായിട്ട് വരണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഇതല്ല എറർ വന്നിട്ടുള്ളത്. ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് ഒരു ഡ്രോയിങ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ, എന്താ എറർ എന്നുള്ളത് കാണിച്ചു തരാം.
സാധാരണയായിട്ട് നമ്മൾ മാർജിൻ കൊടുക്കുമ്പോൾ പ്ലോട്ടിന്റെ ഫ്രണ്ട് ബാക്ക് സൈഡൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വെരിഫിക്കേഷനും കഴിഞ്ഞ് റിപ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ബിൽഡിങ്ങിന്റെ സൈഡ്സുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട്, ബാക്ക്, സൈഡ് 1, സൈഡ് 2 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അത്തരത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ പലർക്കും വരുന്ന തെറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫ്രണ്ട് എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ ജസ്റ്റ് ഇത് ഈ ലൈനും നമ്മൾ ഫ്രണ്ട് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, പക്ഷേ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞത് സൈഡ് 2 എന്നുള്ള രീതിയിലായിരിക്കും അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊരു എററായിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കാണിച്ച മാതിരി തന്നെ ഫ്രണ്ടിലത്തെ ഈ 3 ലൈൻസും നമ്മൾ എന്ത് വേണം, ഫ്രണ്ട് ആയിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ സൈഡ് നമുക്കിത് ഇവിടെ വേറെ കട്ടിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് സൈഡ് ബാക്ക് സൈഡ് റിയർ കാണിച്ചിട്ടുണ്ട്. സൈഡ് 1ലും വേറെ കട്ടിങ്ങുകളൊന്നുമില്ല. ഇപ്പോൾ സൈഡ് 1 പ്രോപ്പറാണ്. സൈഡ് 2ലേക്ക് വരുമ്പോൾ നമുക്കിത് ഈ 2 സൈഡ് 2 കാണിച്ചു. എന്നാൽ ഇങ്ങനെ കാണുന്ന ഈ ഡയറക്ഷനിൽ കാണുന്ന നമ്മൾ വീണ്ടും അവർ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ബാക്ക് അല്ലെങ്കിൽ റിയർ എന്ന് പറഞ്ഞ രീതിയിലാണ് അവർ സെലക്ട് ചെയ്ത് കൊടുത്ത് കാണുന്നത്. പലരും അങ്ങനെ കൊടുക്കരുത്, ഇത് മൊത്തം സൈഡ് 2ൽ കൊടുക്കണം. അപ്പോൾ ഇവിടെ കാണിക്കുന്ന എറർ ഞാൻ മനസ്സിലാക്കുന്നതാണ്, നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ നിന്ന് ക്ലിയർ ആയി വിചാരിക്കണം. ഇങ്ങനെയാണ് നമുക്ക് ശരിക്കും കൊടുക്കേണ്ടത്. ആ ഫ്രണ്ട് പോർഷൻ മുഴുവൻ നമ്മൾ ഫ്രണ്ട് എന്നുള്ള ലെയറിലും ഫ്രണ്ട് എന്നുള്ള മാർജിനിലും ബാക്ക് മൊത്തം ഒരുമിച്ച് സൈഡ് 1 ഒരുമിച്ച് സൈഡ് 2 കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ഒരേ സൈഡ് 2 എന്നുള്ള സിസ്റ്റത്തിൽ തന്നെ എല്ലാ ലൈൻസും സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഇതുപോലൊരു കട്ടിങ് അത് റിയർ സൈഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ചെറിയ ഒരു ലൈനായിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അത് വലിയൊരു എറർ തന്നെയാണ്. ഇനിയും പലരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ സേവ് ചെയ്യുമ്പോൾ ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, 2013 അതിൻ്റെ താഴെയുള്ള വേർഷനായിട്ട് സേവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പലരുടെയും ഡ്രോയിങ് ഒക്കെ എററായിട്ട് അയച്ചു വരുമ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ലോവർ വേർഷനിൽ തന്നെ നിങ്ങൾ അത് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുത്തെ എറർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാർജിനിലാണ് ബിൽഡിങ്ങിൻ്റെ മാർജിൻ മാർക്ക് ചെയ്യുന്നതിലുള്ള എററാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. ഇത് തെറ്റായ രീതിയാണ് നമ്മൾ കൊടുക്കേണ്ടത്, ശരിയായ രീതി ഇങ്ങനെയാണ്. ഓക്കെ, അതാണ് നമുക്ക് ഈ എററിൽ പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമുക്ക് റിപ്പോർട്ടിൽ കോമൺ ആയിട്ട് വരുന്നതാണ് പ്രോജക്റ്റ് ടൈറ്റിലും സർവീസ് പ്ലാനും വെച്ചിട്ടൊക്കെ ഇത്തരത്തിലുള്ളൊരു ഫെയിലിയർ കാണിക്കാറുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു തന്നെയാണ്, നമ്മൾ 2D വയർ ഫ്രെയിം ഇല്ലല്ലേ വരച്ച് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടോപ്പ് എന്ന് പറഞ്ഞാൽ അത് ടോപ്പിൽ പോർഷൻ അല്ലേ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പർജ്, അതുപോലെ തന്നെ ഈ പറയുന്ന ചേഞ്ച് പ്രോപ്പർട്ടി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം എററുകളൊക്കെ പോയി കിട്ടും. പിന്നീട് വരുന്നതാണ് ഓവർലാപ്പിംഗ്. ടെക്സ്റ്റുകൾ ഓവർലാപ്പ് ചെയ്ത് വന്നാലും ആ ഇഷ്യൂ വരാറുണ്ട്. പരമാവധി ടെക്സ്റ്റുകളൊക്കെ നമ്മൾ റീചെക്ക് ചെയ്യുക, ഓവർലാപ്പ് ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക, ഡബ്ലിംഗ് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അത് വിൻഡോസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലെയറുകൾ മാറി. ഇപ്പോൾ ഇത് വിൻഡോയുടെ ലെയറിലാണ് വരയ്ക്കേണ്ടത്, പക്ഷെ അത് ഡോറിൻ്റെ ലെയറിൽ കാണപ്പെടാറുണ്ട്. പത്രത്തിലൊക്കെ വരുന്നു കഴിഞ്ഞാൽ വിൻഡോ എറർ കൊണ്ട് കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അതൊക്കെ ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. വിൻഡോയിനും ഡോറിനെയും ഓട്ടോമാറ്റിക് ലെയേഴ്സ് വരേണ്ടതാണ്. ഇൻ കേസ് വല്ല മിസ്റ്റേക്കും പൂർണ്ണമായിട്ട് നമ്മളത് മാറിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്തേക്കണം. ഡോറും വിൻഡോയും ഒക്കെ അതായത് ലെയറിലല്ലേ എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡോറിന്ന് പിക്ക് ചെയ്യുമ്പോൾ അവിടെ ഡോറിന്ന് ലെയർ വേണം കാണാനായിട്ട്. അതുപോലെ തന്നെ വിൻഡോ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ വിൻഡോയുടെ ലെയർ വേണം, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുമല്ലോ.